ഗാസയിൽ യുദ്ധത്തിന്റെ മരണമണി മുഴക്കി ഇസ്രയേൽ. വാക്കുതെറ്റിക്കലും അപമാനിക്കലും ഇസ്രയേൽ ക്ഷമിക്കില്ല. നിലപാടുകൾ കടുപ്പിച്ച് വീണ്ടും ഇസ്രയേൽ യുദ്ധരംഗത്ത്. ഇസ്രയേൽ ഗാസ വെടിനിർത്തൽ കരാറിന് വിലങ്ങുതടിയെ തടവുകാരുടെ മോചനത്തിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് ഇസ്രയേൽ. ബന്ദികളെ കൈമാറുമ്പോൾ ഹമാസ് നടത്തുന്ന അപമാനകരമായ ചടങ്ങുകൾ അവസാനിപ്പിക്കുന്നതുവരെ പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കില്ല എന്നാണ് ഇസ്രയേൽ അറിയിച്ചിരിക്കുന്നത്. 6 ഇസ്രയേൽ ബന്ദികളുടെ മോചനത്തിന് പകരമായി ശനിയാഴ്ച വിട്ടയക്കാൻ തീരുമാനിച്ച 620 പലസ്തീൻ തടവുകാരുടെ മോചനമാണ് ഇപ്പോൾ അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. തടവുകാരെ പുറത്തെത്തിക്കാൻ ബസ്സിൽ കയറ്റിയതിനു ശേഷമാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മോചനം വൈകും എന്ന പ്രസ്താവന ഇറക്കിയത്. തുടർന്ന് ഇവരെ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. ഗാസ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിലെ ഏറ്റവും വലിയ ഒറ്റ ദിവസത്തെ മോചനമായിരുന്നു ഇത്. കൊല്ലപ്പെട്ട ബന്ദി ഷിരി ബിബാസിന്റെയും 2 കുട്ടികളുടെയും മൃതദേഹങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനെ ചൊല്ലിയുണ്ടായ വിവാദത്തിന് പിന്നാലെയാണ് ഇസ്രയേൽ കടുപ്പിച്ചത്. മറ്റുള്ളവരെ മോചിപ്പിക്കുന്ന ചടങ്ങിലേക്ക് ബന്ദികളെ കൊണ്ടുവരുന്നതും അതിന്റെ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നതും അപമാനിക്കലാണ് എന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഇത്തരം പ്രവൃത്തികൾ അവസാനിപ്പിക്കണമെന്ന് ഇസ്രയേൽ ആവശ്യപ്പെട്ടു. ശനിയാഴ്ച ഹമാസ് 6 ബന്ദികളെ വിട്ടയച്ചതിനെ തുടർന്ന് വെടിനിർത്തൽ കരാറിൽ സമ്മതിച്ചതുപോലെ 620 പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാൻ ഇസ്രയേൽ തയ്യാറാവാതിരുന്നതാണ് വെടിനിർത്തൽ അനിശ്ചിതത്വത്തിലാക്കിയത്. 620 പലസ്തീൻ തടവുകാരുടെ മോചനം ഇസ്രയേൽ മാറ്റിവെക്കുന്നത് മുഴുവൻ കരാറിനെയും ഗുരുതരമായ അപകടത്തിലേക്ക് തള്ളിവിടും എന്ന് ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ബാസിം നയിം പറഞ്ഞു. കരാർ അതേപടി നടപ്പിലാക്കാനും തടവുകാരെ ഉടൻ മോചിപ്പിക്കാനും ഇസ്രയേലിനെ സമ്മർദ്ദത്തിലാക്കാൻ നയിം അമേരിക്കൻ മധ്യസ്ഥരോട് ആവശ്യപ്പെട്ടു. അതേസമയം ഹിസ്ബുള്ളയുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ലബനനിലെ നിരവധി കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രയേൽ കൊലപ്പെടുത്തിയ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ളയുടെ ശവസംസ്കാര ചടങ്ങ് നടക്കുന്നതിന് മുകളിലൂടെ ഒരു മുന്നറിയിപ്പ് എന്നോണം ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ കഴിഞ്ഞ ദിവസം താഴ്ന്നു പറന്ന് ഭീതിയുണ്ടാക്കിയിരുന്നു. തീരുമാനത്തെ അപലപിച്ച ഹമാസ് ബന്ദി കൈമാറ്റത്തെ സംബന്ധിച്ച് ഇസ്രയേൽ ആരോപണങ്ങൾ തെറ്റാണ് എന്നാണ് ഹമാസിന്റെ പ്രതികരണം. പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതുവരെ മധ്യസ്ഥർ മുഖേന ഇസ്രയേലുമായി കൂടുതൽ ചർച്ചകൾക്കില്ല എന്ന് ഹമാസ് നേതാക്കൾ പറഞ്ഞു. ഗാസ മുനമ്പിൽ ഏത് നിമിഷവും യുദ്ധം പുനരാരംഭിക്കാൻ ഇസ്രയേൽ തയ്യാറാണ് എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. ഇസ്രയേൽ തീരുമാനത്തിന് യുഎസിന്റെ പിന്തുണയുമുണ്ട്. ഇസ്രയേലി ബന്ദികളോട് ഹമാസിന്റേത് ക്രൂരമായ പെരുമാറ്റം എന്നാണ് വൈറ്റ് ഹൌസിന്റെ പ്രതികരണം. ഏത് നിമിഷവും യുദ്ധം പുനരാരംഭിക്കാൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. IDF ഗ്രൗണ്ട് ഫോഴ്സ് കോമ്പാറ്റ് ഓഫീസേഴ്സ് കോമ്പാറ്റ് കോഴ്സിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ഹമാസിന്റെ സംഘടിത ശക്തികളിൽ ഭൂരിഭാഗത്തെയും ഉന്മൂലനം ചെയ്തു എന്ന ധൈര്യവും അദ്ദേഹത്തിനുണ്ട്. ഇസ്രയേൽ വിജയം കൈവരിച്ചതായും ഇസ്രയേൽ ബന്ദികളെ സുരക്ഷിതമായി എത്തിക്കുന്നുണ്ട് എന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഗാസയുടെ സൈനിക സേനയെ നമ്മൾ തകർക്കും. ഗാസ ഭരിക്കാൻ ഹമാസിനെ അനുവദിക്കില്ല. നമ്മൾ എന്തിനു വേണ്ടിയാണ് പോരാടുന്നതെന്നും ആർക്കെതിരെയാണ് പോരാടുന്നത് എന്നും എപ്പോഴും ഓർമ്മിക്കപ്പെടുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി പറഞ്ഞു. വിജയം 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 മാത്രമെന്ന് ആവർത്തിച്ചാണ് പ്രധാനമന്ത്രി പ്രസംഗം തുടർന്നത്. ഗാസയിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാനും വ്യത്യസ്തമായ മറ്റൊരു ഗാസ പുനർനിർമ്മിക്കാനും ട്രംപിന്റെ സഹായത്തോടെ സാധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസവും നെതന്യാഹുവിനുണ്ട്. ട്രംപിന്റെ തകർപ്പൻ പദ്ധതിയിൽ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. അമേരിക്കയിൽ നിന്ന് പുതിയ ആയുധങ്ങൾ എത്തിക്കാമെന്ന് ട്രംപ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പൂർണ്ണ വിജയം നേടുന്നതിന് US ഞങ്ങളെ വളരെയധികം സഹായിക്കും, നെതന്യാഹു പ്രസ്താവിച്ചു. 5 ഇസ്രയേലി ബന്ദികളെ ഹമാസ് കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചിരുന്നു. അതിന് പകരമായി 620 പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാം എന്നായിരുന്നു കരാർ. ഇതുവരെ ഇത് പാലിക്കാൻ ഇസ്രയേൽ തയ്യാറായിട്ടില്ല എന്നതാണ് അനിശ്ചിതത്വത്തിലേക്ക് നയിച്ചത്. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ആഴ്ചകൾ നീണ്ട ആക്രമണം ശക്തമാക്കുകയാണെന്ന് അതേസമയം ഇസ്രയേൽ പ്രതികരിച്ചു. അടുത്ത വർഷം വരെ ഇവിടെ സൈന്യത്തെ നിലനിർത്തുമെന്നും പ്രഖ്യാപനം. വെസ്റ്റ് ബാങ്കിലെ ചില അഭയാർത്ഥി ക്യാമ്പുകളിൽ തുടരുന്നതിന് തയ്യാറെടുക്കാൻ സൈന്യത്തിന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ പ്രസ്താവനയിലാണ് ഈ വിവരങ്ങൾ. 40,000 പലസ്തീനികൾ പലായനം ചെയ്ത പ്രദേശമാണത്. ക്യാമ്പുകളിൽ നിന്ന് ഒഴിഞ്ഞുപോയ പലസ്തീനികൾ തിരികെ എത്താൻ അനുവദിക്കരുത് എന്ന് സൈന്യത്തോട് ഉത്തരവിട്ടതായി ഇസ്രായേൽ കാറ്റ്സ് അറിയിച്ചു. ജനുവരിയിൽ ഗസയിലെ യുദ്ധം താൽക്കാലികമായി നിർത്തിവെച്ച് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന 2 ദിവസത്തിന് ശേഷം ജനിൻ നഗരത്തിന് നേരെ ഇസ്രയേൽ അതിക്രമം നടത്തിയെന്ന ആരോപണവും ഹമാസ് ഉയർത്തുന്നു. വെസ്റ്റ് ബാങ്കിലെ ആക്രമണം മറ്റു പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് എന്നും ഇസ്രയേലിനെതിരായ സായുധ പോരാട്ടത്തിന്റെ കോട്ടയായ ജനീനിലേക്ക് ടാങ്കുകൾ അയക്കുകയാണ് എന്നും സൈന്യം ഞായറാഴ്ച പറഞ്ഞു. ഇസ്രയേലിൽ പാർക്ക് ചെയ്തിരുന്ന 3 ബസ്സുകളിൽ സ്ഫോടനമുണ്ടായിരുന്നു. ഇത് തീവ്രവാദി ആക്രമണം എന്നായിരുന്നു ഇസ്രയേൽ ആരോപിച്ചത്. വെടിനിർത്തൽ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഗസ വീണ്ടും കുരുതിക്കളമായി മാറിയേക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതേസമയം ഹമാസിന്റെ തടവിലായിരിക്കെ കൊല്ലപ്പെട്ട ഷിറി ബീബസിന്റെ ഭൗതികാവശിഷ്ടം വെള്ളിയാഴ്ച വൈകിട്ട് ഇസ്രയേലിന് കൈമാറി എന്നും വിവരങ്ങളുണ്ട്. ഇത് ഷിറിയുടേത് തന്നെയാണെന്ന് കുടുംബം സ്ഥിരീകരിച്ചിരുന്നു. ഷിറിയുടെ മക്കളായ കഫീർ, ഏരിയൽ എന്നിവരുടെയും അടക്കം 4 മൃതദേഹങ്ങൾ വ്യാഴാഴ്ച ഹമാസ് വിട്ടുകൊടുത്തിരുന്നു എങ്കിലും അതിൽ ഷിറിയുടെ ഭൗതിക അവശിഷ്ടം അവരുടേതല്ല എന്നായിരുന്നു ഇസ്രയേൽ പ്രതികരിച്ചത്. ഇവരെ ഹമാസ് കൊലപ്പെടുത്തിയതാണ് എന്നാണ് ഇസ്രയേൽ നിലപാട്. എന്നാൽ ഇസ്രയേൽ വ്യോമാക്രമണത്തിലാണ് ഇവർ മരിച്ചത് എന്ന് ഹമാസ് തിരുത്തുന്നു. കഴിഞ്ഞ ദിവസം മോചിപ്പിക്കപ്പെട്ടവരിൽ നോവ മ്യൂസിക് ഫെസ്റ്റിനിടെ ഹമാസ് പിടികൂടി
3 യുവാക്കളുമുണ്ട്. മധ്യ ഗാസയിലെ നുസ്രത്തിൽ വെച്ച് റെഡ് ക്രോസ് അധികൃതർ ഏറ്റുവാങ്ങിയ ഇവരെ പിന്നീട് ഇസ്രായേൽ സേനയ്ക്ക് കൈമാറി. തെക്കൻ ഗാസയിലെ റഫേൽ വെച്ച് കൈമാറിയ മറ്റു 2 പേരിൽ ഒരാൾ ഓസ്ട്രിയൻ പൗരനാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യ, 2 മക്കൾ, 3 ബന്ധുക്കൾ എന്നിവരെ 2023 നവംബറിലെ ഇടക്കാല വെടിനിർത്തൽ സമയത്ത് മോചിപ്പിച്ചിരുന്നു. 2014 ഹമാസ് പിടികൂടിയ എത്യോപ്യൻ പൗരനും 2015 പിടിയിലായ അറബ് ഗോത്രവർഗ്ഗക്കാരും മോചിപ്പിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ജനുവരി 19 നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ പ്രകാരം 34 ബന്ദികളെയാണ് കൈമാറിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.